എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2018 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സോഷ്യൽ സയൻസിന്റെ ചോദ്യപേപ്പറാണ്. 31ാമത്തെ ചോദ്യം മുതൽ 90ാമത്തെ ചോദ്യം വരെയാണ് സോഷ്യൽ സയൻസ് സംബന്ധമായ ചോദ്യങ്ങളുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. 31. ഗ്രീനിച്ച് സമയം രാവിലെ 10 മണിയായിരിക്കെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ പ്രാദേശിക സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച് സമയം രാവിലെ 10 മണിയായിരിക്കെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ പ്രാദേശിക സമയം എത്രയായിരിക്കും? എ 10 PM, ബി 10 AM, സി 3:30 PM, ഡി 4:30 AM. ആൻസർ എ ആണ്, 10 PM. 32. കാർഷിക വിപ്ലവം ആരംഭിച്ച രാഷ്ട്രം. കാർഷിക വിപ്ലവം ആരംഭിച്ച രാഷ്ട്രം ഏതാണ്? എ ഫ്രാൻസ്, ബി ജർമ്മനി, സി അമേരിക്ക, ഡി ഇംഗ്ലണ്ട്. ആൻസർ ഡി ആണ്, ഇംഗ്ലണ്ട്. 33. പശ്ചിമവാദങ്ങൾ വീശുന്നത് എ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക്, ബി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, സി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക്, ഡി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ആൻസർ ഡി ആണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. 34. സാന്താൾ കലാപത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? സാന്താൾ കലാപത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? എ കർഷക കലാപം, ബി ഗോത്ര കലാപം, സി തൊഴിലാളികളുടെ കലാപം, ഡി രാജാക്കന്മാരുടെ കലാപം. ആൻസർ ബി ആണ്, ഗോത്ര കലാപം. സാന്താൾ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നു. 35. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി എ കഴ്സൺ പ്രഭു, ബി ലിട്ടൺ പ്രഭു, സി വാറൻ ഹേസ്റ്റിങ്സ്, ഡി കാനിങ് പ്രഭു. ആൻസർ എ ആണ്, കഴ്സൺ പ്രഭു. 36. 1:50,000 എന്ന ഭൂപട തോത് അർത്ഥമാക്കുന്നത് എന്താണ്? 1:50,000 എന്ന ഭൂപട തോത് അർത്ഥമാക്കുന്നത് എന്ത്? എ 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു, ബി 1 സെന്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു, സി 1 സെന്റിമീറ്റർ 50 കിലോമീറ്ററിനെ കാണിക്കുന്നു, ഡി 1 സെന്റിമീറ്റർ 500 കിലോമീറ്ററിനെ കാണിക്കുന്നു. ആൻസർ എ ആണ്, 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ അഥവാ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു. 37. ഭിംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭിംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? എ മഹാരാഷ്ട്ര, ബി ഗുജറാത്ത്, സി മധ്യപ്രദേശ്, ഡി ഉത്തർപ്രദേശ്. ആൻസർ സി ആണ്, മധ്യപ്രദേശ്. ഭിംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. 38. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജത്തിന്റെ സ്ഥാപകൻ എ വൈകുണ്ഠ സ്വാമികൾ, ബി കുമാര ഗുരുദേവൻ, സി സഹോദരൻ അയ്യപ്പൻ, ഡി പണ്ഡിറ്റ് KP കറുപ്പൻ. ആൻസർ ഡി ആണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. 39. ഒരു ദിവസത്തെ കൂടിയ താപനിലയായി
ഏത് സമയത്തെ ഊഷ്മാവിനെയാണ് പരിഗണിക്കുന്നത്? ഒരു ദിവസത്തെ കൂടിയ താപനിലയായി ഏത് സമയത്തെ ഊഷ്മാവിനെയാണ് പരിഗണിക്കുന്നത്? എ ഉച്ചക്ക് 12 മണി, ബി 1 PM, സി 12:30 PM, ഡി 2 PM. ആൻസർ ഡി ആണ്, 2 PM. 40. ധരാതലീയ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്ന സവിശേഷത എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്ന സവിശേഷത എന്താണ്? എ പാഴ്പ്രദേശങ്ങൾ, ബി വനം, സി കൃഷിയിടങ്ങൾ, ഡി പർവ്വതങ്ങൾ. ആൻസർ സി ആണ്, കൃഷിയിടങ്ങൾ. 41. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിക്ക് ആപേക്ഷികമായ സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിക്ക് ആപേക്ഷികമായ സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? എ ഭൂമധ്യരേഖ, ബി ഉത്തരായന രേഖ, സി ദക്ഷിണായന രേഖ, ഡി ദക്ഷിണാർദ്ധഗോളം. ആൻസർ ബി ആണ്, ഉത്തരായന രേഖ. 42. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബി ബാംഗ്ലൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സി ഹൈദരാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡി അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻസർ എ ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 43. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? എ ഭ്രമണപഥത്തിന്റെ തലത്തിൽ നിന്നും 23.5 ഡിഗ്രി, ബി ഭ്രമണപഥത്തിന്റെ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി, സി ഭ്രമണപഥത്തിന്റെ ലംബത്തിൽ നിന്നും 66.5 ഡിഗ്രി, ഡി ഭൂമധ്യരേഖയുടെ തലത്തിൽ നിന്നും 23.5 ഡിഗ്രി. ആൻസർ ബി ആണ്, ഭ്രമണപഥത്തിന്റെ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി. 44. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി ധനമന്ത്രി, ഡി ഉപരാഷ്ട്രപതി. ആൻസർ ബി ആണ്, പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. 45. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര്? എ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ബി സ്വാമി ദയാനന്ദ സരസ്വതി, സി സ്വാമി വിവേകാനന്ദൻ, ഡി ജ്യോതിറാവു ഫുലെ. ആൻസർ സി ആണ്, സ്വാമി വിവേകാനന്ദൻ. 46. ബക്സാർ യുദ്ധം നടന്ന വർഷം? ബക്സാർ യുദ്ധം നടന്ന വർഷം എ 1764, ബി 1757, സി 1713, ഡി 1773. ആൻസർ എ ആണ്, 1764. 47. അസ്തനോസ്ഫിയർ ഉൾപ്പെട്ട ഭൗമപാളി ഏതാണ്? അസ്തനോസ്ഫിയർ ഉൾപ്പെട്ട ഭൗമപാളി ഏത്? എ ഭൂവൽക്കം, ബി മാൻഡിൽ, സി പുറക്കാമ്പ്, ഡി അകക്കാമ്പ്. ആൻസർ ബി ആണ്, മാൻഡിൽ. 48. ചോർച്ചാ സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോർച്ചാ സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം,
ബി ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം, സി വർത്തമാന പത്രങ്ങൾ, ഡി സാമൂഹിക പരിഷ്കരണം. ആൻസർ ബി ആണ്, ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം. 49. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് എ വിൻഡ് വെയിൻ, ബി ഹൈഗ്രോമീറ്റർ, സി അനിമോമീറ്റർ, ഡി ബാരോമീറ്റർ. ആൻസർ സി ആണ്, അനിമോമീറ്റർ. 50. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രാധാന്യം കണ്ടെത്തുക. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രാധാന്യം കണ്ടെത്തുക. എ നിസ്സഹകരണ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, ബി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, സി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, ഡി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ ബി ആണ്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 51. ഏത് മഴക്കാലത്തെയാണ് കേരളത്തിൽ തുലാവർഷം എന്ന് വിളിക്കുന്നത്? ഏത് മഴക്കാലത്തെയാണ് കേരളത്തിൽ തുലാവർഷം എന്ന് വിളിക്കുന്നത്? എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ബി വടക്ക് കിഴക്കൻ മൺസൂൺ, സി ഉഷ്ണകാല മൺസൂൺ, ഡി മൺസൂൺ മുന്നേറ്റം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത്. 52. കാനേഷുമാരി അർത്ഥമാക്കുന്നത് എ വില സംബന്ധിച്ച വിവരം, ബി വിഭവങ്ങളെ കുറിച്ചുള്ള വിവരം, സി ജനസംഖ്യ സംബന്ധിച്ച വിവരം, ഡി വിളകൾ സംബന്ധിച്ച വിവരം. ആൻസർ സി ആണ്, ജനസംഖ്യ സംബന്ധിച്ച വിവരം. 53. ഏത് ഉപദ്വീപീയ നദിയാണ് ബ്രഹ്മഗിരിയിൽ ഉത്ഭവിക്കുന്നത്? ഏത് ഉപദ്വീപീയ നദിയാണ് ബ്രഹ്മഗിരിയിൽ ഉത്ഭവിക്കുന്നത്? എ മഹാനദി, ബി ഗോദാവരി, സി കൃഷ്ണ, ഡി കാവേരി. ആൻസർ ഡി ആണ്, കാവേരി. കാവേരിയാണ് ബ്രഹ്മഗിരിയിൽ ഉത്ഭവിക്കുന്നത്. 54. ഇലക്ട്രിസിറ്റി സമരം നടന്നത് എ തിരുവിതാംകൂർ, ബി കൊച്ചി, സി മലബാർ, ഡി ഇതൊന്നുമല്ല. ആൻസർ ബി ആണ്, കൊച്ചിയിലാണ്. 55. നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹരപ്പൻ സംസ്കാര കേന്ദ്രം ഏതാണ്? നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ച ഹരപ്പൻ സംസ്കാര കേന്ദ്രം ഏതാണ്? എ ഹരപ്പ, ബി മോഹൻജൊദാരോ, സി ലോത്തൽ, ഡി കാലിബംഗൻ. ആൻസർ ബി ആണ്, മോഹൻജൊദാരോ. മോഹൻജൊദാരോയിൽ നിന്നാണ് നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ചത്. 56. മഞ്ഞ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് എ മാംസം ഉൽപാദനം, ബി മുട്ട ഉൽപാദനം, സി എണ്ണ വിത്ത് ഉൽപാദനം, ഡി തക്കാളി ഉൽപാദനം. ആൻസർ സി ആണ്, എണ്ണ വിത്ത് ഉൽപാദനം. 57. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അവികസിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അവികസിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത? എ വ്യവസായ വികസനം, ബി സാമ്പത്തിക വളർച്ച, സി ഉയർന്ന ആളോഹരി വരുമാനം, ഡി ദാരിദ്ര്യം. ആൻസർ ഡി ആണ്, ദാരിദ്ര്യം. ബാക്കിയെല്ലാം വികസിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ഡി ആണ്, ദാരിദ്ര്യമാണ്
അവികസിത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത. 58 ഫൈസാബാദിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഫൈസാബാദിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? എ നാനാ സാഹിബ്, ബി കൻവർ സിംഗ്, സി ബീഗം ഹസ്രത്ത് മഹൽ, ഡി മൗലവി അഹമ്മദുള്ള. ആൻസർ ഡി ആണ്, മൗലവി അഹമ്മദുള്ള. 59 ജൂൺ 5 പ്രാധാന്യം എന്താണ്? ജൂൺ 5 പ്രാധാന്യം എന്ത്? എ ലോക ജലദിനം, ബി ലോക പരിസ്ഥിതി ദിനം, സി ലോക മണ്ണ് ദിനം, ഡി ഭൗമദിനം. ആൻസർ ബി ആണ്, ലോക പരിസ്ഥിതി ദിനം. 60 താഴെ പറയുന്നതിൽ ഏതാണ് പ്രാഥമിക മേഖലയിലെ പ്രവർത്തനം? താഴെ പറയുന്നതിൽ ഏതാണ് പ്രാഥമിക മേഖലയിലെ പ്രവർത്തനം? എ ടീച്ചിങ്, ബി ബാങ്കിങ്, സി ആശയവിനിമയം, ഡി മത്സ്യബന്ധനം. ആൻസർ ഡി ആണ്, മത്സ്യബന്ധനം. 61 ഒരു പ്രൊജക്റ്റിന്റെ അവസാന ഘട്ടം ഏതാണ്? ഒരു പ്രൊജക്റ്റിന്റെ അവസാന ഘട്ടം എ റിപ്പോർട്ട് തയ്യാറാക്കൽ, ബി തെരഞ്ഞെടുക്കൽ, സി ഉദ്ദേശ്യങ്ങൾ വ്യക്തമാക്കൽ, ഡി വിധി പ്രസ്താവന നടത്തൽ. ആൻസർ എ ആണ്, റിപ്പോർട്ട് തയ്യാറാക്കൽ. 62 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ലാത്തത് ഏതാണ്? എ വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ബി രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കൽ, സി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കൽ, ഡി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ. ആൻസർ ഡി ആണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർവഹിക്കുക. ഇത് ഇവിടെ ചോദ്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഉത്തരം ഡി ആണ്. 63 സംഖ്യാപരമായ ഡാറ്റ ശേഖരിക്കാവുന്ന ഉപാധി ഏതാണ്? സംഖ്യാപരമായ ഡാറ്റ ശേഖരിക്കാവുന്ന ഉപാധി ഏത്? എ ഉപാഖ്യാന രേഖ, ബി അഭിമുഖം, സി സ്വതന്ത്ര പ്രതികരണം നൽകാവുന്ന ചോദ്യാവലി, ഡി സിദ്ധിശോധകം. ആൻസർ ഡി ആണ്, സിദ്ധിശോധകം. 64 നാം ഓർമ്മിക്കുന്നതിൻ്റെ 90% നമ്മൾ എ കേട്ടത്, ബി കണ്ടത്, സി കണ്ടതും കേട്ടതും, സി പറഞ്ഞതും പ്രവർത്തിച്ചതും. ആൻസർ ഡി ആണ്, പറഞ്ഞതും പ്രവർത്തിച്ചതും. 65 ഒരു നല്ല പഠനാനുഭവത്തിന്റെ ലക്ഷണം അല്ലാത്തത് ഏതാണ്? ഒരു നല്ല പഠനാനുഭവത്തിന്റെ ലക്ഷണം അല്ലാത്തത് ഏത്? എ പ്രായോഗികത, ബി മാനസിക നിലവാരത്തിന് അനുയോജ്യം, സി ഉദ്ദേശ്യാധിഷ്ഠിതം, ഡി കൃത്യതയില്ലായ്മ. ആൻസർ ഡി ആണ്, കൃത്യതയില്ലായ്മ. 66 ഇന്ത്യൻ ഭരണഘടനയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? എ 243, ബി 243 എ, സി 243 എഫ്, ഡി 243 കെ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 243 എ ആണ്. 67 മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഒരു
ഒരു വിദ്യാർത്ഥിയെ എ നല്ല പൗരനാക്കുന്നു, ബി ബാഹ്യ അഭിപ്രേരണയുള്ളവനാക്കുന്നു, സി അറിവുള്ളവരാക്കുന്നു, ഡി നൈപുണി കൈവരിച്ചവരാക്കുന്നു? ആൻസർ എ ആണ്, നല്ല പൗരനാക്കുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഒരു വിദ്യാർത്ഥിയെ നല്ല പൗരനാക്കുന്നു. 68. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT സിസ്റ്റം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT സിസ്റ്റം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? എ മണിപ്പൂർ, ബി ഗോവ, സി ത്രിപുര, ഡി ഛത്തീസ്ഗഡ്. ആൻസർ ബി ആണ്, ഗോവ. 69. പ്രാക്സിസ് എന്ന പദം ഉപയോഗിച്ചത് എ ഫ്രയർ, ബി ബൈനിങ്, സി മൊഫാത്ത്, ഡി മിഖായേലിസ്. ആൻസർ എ ആണ്, ഫ്രയർ ആണ്. പ്രാക്സിസ് എന്ന പദം ഉപയോഗിച്ചത് ഫ്രയർ ആണ്. 70. ട്രാൻസ്പെറൻസി ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് എ ഓവർഹെഡ് പ്രൊജക്ടർ, ബി സ്ലൈഡ് പ്രൊജക്ടർ, സി ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ, ഡി LCD പ്രൊജക്ടർ. ആൻസർ എ ആണ്, ഓവർഹെഡ് പ്രൊജക്ടർ. 71. സാമൂഹ്യശാസ്ത്ര ബോധനത്തിൽ ചരിത്രത്തെ രാഷ്ട്രീയ തന്ത്രവുമായി ബന്ധിപ്പിക്കുന്നത് ഏതിന് ഉദാഹരണമാണ്? സാമൂഹ്യശാസ്ത്ര ബോധനത്തിൽ ചരിത്രത്തെ രാഷ്ട്രീയ തന്ത്രവുമായി ബന്ധിപ്പിക്കുന്നത് ഏതിന് ഉദാഹരണമാണ്? എ ഇന്റർ ഡിസിപ്ലിനറി കോറിലേഷൻ, ബി ഇൻട്രാ ഡിസിപ്ലിനറി കോറിലേഷൻ, സി ഇൻഡിപെൻഡന്റ് കോറിലേഷൻ, ഡി പ്രോഗ്രസീവ് കോറിലേഷൻ. ആൻസർ ബി ആണ്, ഇൻട്രാ ഡിസിപ്ലിനറി കോറിലേഷൻ. 72. പരിഷ്കരിച്ച ബ്ലൂമിന്റെ വർഗീകരണത്തിൽ ടാക്സോണമി ടേബിളിലെ സെല്ലുകളുടെ എണ്ണം എത്രയാണ്? പരിഷ്കരിച്ച ബ്ലൂമിന്റെ വർഗീകരണത്തിൽ ടാക്സോണമി ടേബിളിലെ സെല്ലുകളുടെ എണ്ണം എത്രയാണ്? എ 16, ബി 20, സി 24, ഡി 28. ആൻസർ സി ആണ്, 24. 73. 2014 ഇന്ത്യയുടെ പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര ദേശീയ പാർട്ടികൾ മത്സരിച്ചിരുന്നു? 2014 ഇന്ത്യയുടെ പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര ദേശീയ പാർട്ടികൾ മത്സരിച്ചിരുന്നു? എ 4, ബി 6, സി 7, ഡി 3. ആൻസർ ബി ആണ്, 6. 74. ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസസ് എഡിറ്റ് ചെയ്ത ഗ്രന്ഥകാരൻ ആരാണ്? ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസസ് എഡിറ്റ് ചെയ്ത ഗ്രന്ഥകാരൻ ആരാണ്? എ ഡ്യൂയി, ബി സിൽസ്, സി കിൽപാട്രിക്, ഡി സ്റ്റീവൻസൺ. ആൻസർ ബി ആണ്, സിൽസ്. 75. ജ്ഞാനനിർമ്മിതിവാദ പഠന രൂപരേഖയിലെ ഗ്രൂപ്പിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജ്ഞാനനിർമ്മിതിവാദ പഠന രൂപരേഖയിലെ ഗ്രൂപ്പിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എ വിദ്യാർത്ഥികളെ ഗ്രൂപ്പാക്കൽ, ബി പാഠ്യവസ്തുക്കളെ ഗ്രൂപ്പാക്കൽ, സി വിദ്യാർത്ഥികളെയും പാഠ്യവസ്തുക്കളെയും ഗ്രൂപ്പാക്കൽ, ഡി പഠന പ്രക്രിയയെ ഗ്രൂപ്പാക്കൽ. ആൻസർ സി ആണ്, വിദ്യാർത്ഥികളെയും പാഠ്യവസ്തുക്കളെയും ഗ്രൂപ്പാക്കൽ. 76.
പാഠം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഗുണം അല്ലാത്തത് ഏതാണ്? പാഠം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഗുണം അല്ലാത്തത് ഏതാണ്? എ. സന്നദ്ധതയുണ്ടാക്കുന്നതിന്, ബി. മുന്നറിവ് പരിശോധിക്കുന്നതിന്, സി. വിഷയത്തിൽ താൽപര്യം ജനിപ്പിക്കുന്നതിന്, ഡി. വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിന്. ആൻസർ ഡി ആണ്, വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിന്. 77. ചിത്രകല, പെൻസിൽ ഡ്രോയിങ്, ഡയോരമ തുടങ്ങിയ കലാസൃഷ്ടികൾ തയ്യാറാക്കുമ്പോൾ വളരുന്നത്. ചിത്രകല, പെൻസിൽ ഡ്രോയിങ്, ഡയോരമ തുടങ്ങിയ കലാസൃഷ്ടികൾ തയ്യാറാക്കുമ്പോൾ വളരുന്നത്. എ. അസ്തിത്വപരമായ ബുദ്ധി, ബി. സ്ഥലപരമായ ബുദ്ധി, സി. ശാരീരിക കായിക ബുദ്ധി, ഡി. വ്യക്ത്യാന്തര ബുദ്ധി. ആൻസർ ബി ആണ്, സ്ഥലപരമായ ബുദ്ധി. 78. താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ആരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അവതരിപ്പിച്ചത്? താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ആരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അവതരിപ്പിച്ചത്? എ. മെഹബൂബുൽ ഹഖ്, ബി. ആൽഫ്രഡ് മാർഷൽ, സി. ആഡം സ്മിത്ത്, ഡി. ജെ.എം. കെയ്ൻസ്. ആൻസർ എ ആണ്, മെഹബൂബുൽ ഹഖ്. 79. ഒരു വൈകാരിക ഉദ്ദേശ്യം ഏതാണ്? ഒരു വൈകാരിക ഉദ്ദേശ്യം ഏത്? എ. ശിലകളെ തരംതിരിക്കാനുള്ള കഴിവ് വളരുന്നു, ബി. ഭൂമിശാസ്ത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് വളരുന്നു, സി. മഹാന്മാരായ സ്വാതന്ത്ര്യ സമര നേതാക്കളോട് ബഹുമാനം കാണിക്കുന്നു, ഡി. ഒരു പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് വളരുന്നു. ആൻസർ സി ആണ്, മഹാന്മാരായ സ്വാതന്ത്ര്യ സമര നേതാക്കളോട് ബഹുമാനം കാണിക്കുന്നു. അതൊരു വൈകാരിക ഉദ്ദേശ്യമാണ്. 80. അറിവ് എന്ന തലത്തിന് കീഴിൽ വരുന്ന സ്പഷ്ടീകരണം ഏതാണ്? അറിവ് എന്ന തലത്തിന് കീഴിൽ വരുന്ന സ്പഷ്ടീകരണം ഏതാണ്? എ. വ്യാഖ്യാനിക്കുന്നു, ബി. ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു, സി. തിരിച്ചറിയുന്നു, ഡി. തരപ്പെടുത്തുന്നു. ആൻസർ സി ആണ്, തിരിച്ചറിയുന്നു. 81. ഉത്തരാഖണ്ഡ് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടത് ഏതു വർഷമാണ്? ഉത്തരാഖണ്ഡ് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടത് ഏതു വർഷമാണ്? എ. 1972, ബി. 1975, സി. 2000, ഡി. 2005. ആൻസർ സി ആണ്, 2000. 82. വിവർത്തനം എന്ന മാനസിക പ്രക്രിയ വരുന്ന ബൗദ്ധിക തലം ഏതാണ്? വിവർത്തനം എന്ന മാനസിക പ്രക്രിയ വരുന്ന ബൗദ്ധിക തലം ഏതാണ്? എ. അറിവ്, ബി. ഗ്രഹണം, സി. പ്രയോഗം, ഡി. വിശകലനം. ആൻസർ ബി ആണ്, ഗ്രഹണം. 83. ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? എ. കാൻഷി റാം, ബി. ചരൺ സിംഗ്, സി. ജഗ്ജീവൻ റാം, ഡി. മൊറാർജി ദേശായി. ആൻസർ എ ആണ്, കാൻഷി റാം. ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ കാൻഷി റാം ആണ്. 84. ഇന്ത്യയിൽ മന്ത്രിസഭക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ഏതിനോടാണ്? ഇന്ത്യയിൽ മന്ത്രിസഭക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ഏതിനോടാണ്? എ. ഇന്ത്യൻ പ്രസിഡന്റ്, ബി. പ്രധാനമന്ത്രി, സി. ജനങ്ങൾ, ഡി. ലോക്സഭ. ആൻസർ ഡി ആണ്, ലോക്സഭ. 85. വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശോധകം. വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശോധകം ഏതാണ്?
എ താരതമ്യ ശോധകം, ബി മാനകാനുസൃത ശോധകം, സി മാനദണ്ഡാനുസൃത ശോധകം, ഡി നിദാന ശോധകം. ആൻസർ ബി ആണ്, മാനകാനുസൃത ശോധകം. 86. വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമല്ലാത്തത് ഏതാണ്? വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമല്ലാത്തത് ഏത്? എ മെയിൻ സ്ട്രീമിംഗ്, ബി ചെറുസംഘങ്ങളായുള്ള പഠനം, സി മുഴുവൻ സംഘമായുള്ള പഠനം, ഡി മാർഗനിർദ്ദേശവും മേൽനോട്ടവും. ആൻസർ സി ആണ്, മുഴുവൻ സംഘമായുള്ള പഠനം. 87. ഒരു യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘടകം അല്ലാത്തത് ഏതാണ്? ഒരു യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘടകം അല്ലാത്തത് ഏത്? എ ഉള്ളടക്ക വിശകലനം, ബി ഉദ്ദേശ്യങ്ങൾ, സി പഠന പ്രവർത്തനങ്ങൾ, ഡി ടേം മൂല്യനിർണയം. ആൻസർ ഡി ആണ്, ടേം മൂല്യനിർണയം. അത് യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘടകമല്ല. 88. ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നത് എ ഒരു പ്രക്രിയയെ കാണിക്കാൻ, ബി ഒരു സംഘാടന തത്വത്തെ കാണിക്കാൻ, സി വ്യത്യസ്ത തരംതിരിവിനെ കാണിക്കാൻ, ഡി സമയരേഖയിൽ സംഭവങ്ങളെ കാണിക്കാൻ. ആൻസർ എ ആണ്, ഒരു പ്രക്രിയയെ കാണിക്കാൻ. എ ആണ് ആൻസർ. 89. താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല അല്ലാത്തത് ഏതാണ്? എ വിദ്യാഭ്യാസം നൽകുക, ബി രാഷ്ട്രീയ സാമൂഹിക വൽക്കരണം, സി പൊതുജനാഭിപ്രായ രൂപീകരണം, ഡി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല അല്ലാത്തത് എ ആണ്, വിദ്യാഭ്യാസം നൽകുക. 90. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി ഓവർസീസ്, സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി കാനറ ബാങ്ക്. ആൻസർ സി ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.